ഇന്ന് നമുക്ക് ഓട്സ് കൊണ്ടുള്ള ഒരു ഓംലെറ്റ് തയ്യാറാക്കാം. അത് ഡയറ്റ് നോക്കുന്നവർക്കും ഷുഗർ പേഷ്യൻസിനും പിന്നെ രാവിലെ ജോലിക്ക് പോകേണ്ടുന്നവർക്ക് സമയക്കുറവുകൊണ്ട് പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടാനൊക്കെ ആയ ഒരു ഐറ്റമാണ് ഈ ഓംലെറ്റ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഈ ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഓട്സ് ഓരോരുത്തർ ഉപയോഗിക്കുന്ന ഡയറ്റ് നോക്കുന്നവർക്ക് അതിനനുസരിച്ച് എടുക്കാം, അല്ലാത്തവർക്ക് ഇത്ര കൂടുതൽ എടുക്കാം. അതായത് ഓട്സ്, പിന്നെ ഉപ്പ്, പാകത്തിന് ഉപ്പ്. അപ്പോൾ ഇതെങ്ങനെയാ ഇത് മിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ചേർക്കാം. ഇതിന്റെ ബൗൾ ഇച്ചിരി ചെറുതായിപ്പോയി, അതുകൊണ്ടാണ് സാവധാനം മിക്സ് ചെയ്യുന്നത്. ഡയറ്റ് നോക്കുന്നവരാണെങ്കിൽ ഒരു 2-3 സ്പൂൺ ഓട്സ് ചേർത്താൽ മതിയാവും. നമുക്കിത് ഞാനിപ്പോ ഇച്ചിരി കൂടുതൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. പാൻ ചൂടാകുമ്പോൾ നമുക്കൊരു ലേശം നെയ്യ് പാനിലോട്ട് തൂത്തെടുക്കാം. ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് തൂത്തെടുത്താൽ മതി. ഈ നെയ്യ് ഞാൻ വീട്ടിലെടുത്ത പാല് മേടിച്ചോറ് ഒഴിച്ച് വീട്ടിലെടുത്ത നെയ്യാണ്, ശുദ്ധമായ നെയ്യ്. തുറക്കുമ്പോഴേ എന്തൊരു മണമോ ഇതിനെന്നറിയോ. ഇനി ഇത് നമുക്ക് തവയിലോട്ട് ഒഴിക്കാം. ഇത് നമ്മൾ പാൻ കേക്ക് തയ്യാറാക്കത്തില്ലേ, അതുപോലെ കുറേശ്ശെ എടുത്ത് 1-2 ചെറിയ തവയിലെടുത്ത് ചെറിയ ഇതായിട്ട് പാൻ കേക്ക് പോലെ ഉണ്ടാക്കിയെടുക്കാം. ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കഴിക്കുന്നതാണ്. ഈ ടൊമാറ്റോ കച്ചപ്പ് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ്. ഇത് കുട്ടികളാണെങ്കിലും ആഹാരം കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇത് കഴിച്ചോളൂ. ഓട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇത് കൂട്ടി കഴിക്കുമ്പോൾ ഈ ടൊമാറ്റോ കച്ചപ്പ് കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ടൊമാറ്റോ കച്ചപ്പിൻ്റെ റെസിപ്പി വേണ്ടുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.